ഹായ്, നമസ്കാരം. ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് പ്രസൻറ്റ് ടെൻസിൽ 4 ടെൻസ് ഉണ്ട്. 4ാമത്തെ ടെൻസാണ് അവസാനത്തെ. പ്രസൻറ്റ് ടെൻസിലത്തെ അവസാനത്തെ അല്ലെങ്കിൽ 4ാമത്തെ ടെൻസാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പറഞ്ഞത് മുൻപ്. അതിൽ ഹാസ് ബീൻ റൈറ്റിംഗ് എന്നും ഹാവ് ബീൻ റൈറ്റിംഗ് എന്നും രണ്ടെണ്ണമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഒന്ന് സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ, കർത്താവ് ഏകോചനമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഹാസ് ബീൻ റൈറ്റിംഗ്. കർത്താവ് ഒന്നിലധികം ബഹുവചനമായിട്ട് വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ് ഹാവ് ബീൻ റൈറ്റിംഗ്. ഇത് ചേർത്ത് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഹാവ് ബീൻ റൈറ്റിംഗ്, ഹാസ് ബീൻ റൈറ്റിംഗ്, അതിൻ്റെ അർത്ഥം എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിൽ ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അത് നമ്മൾ ഈ ലെസൺ ടെൻസ് പഠിച്ചതിന് ശേഷം ജനറൽ യൂസേജിൽ നമ്മളിത് പഠിക്കാം. ഇപ്പോൾ ഈ പഠിക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ പഠിച്ചു പോയാൽ മതി. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹാസ് ബീൻ റൈറ്റിംഗ് എന്നും, പ്ലൂറൽ ആകുമ്പോൾ ഹാവ് ബീൻ റൈറ്റിംഗ് എന്നും. ഇനി സബ്ജക്റ്റ് ഐ ആണെങ്കിലോ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, സബ്ജക്റ്റ് വി ആണെങ്കിലോ വി ഹാവ് ബീൻ റൈറ്റിംഗ്. മീനിങ്ങിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹാസ് ബീനും ഹാവ് ബീനും തമ്മിൽ ഒരേ തന്നെയാണ്. ഒന്ന് കർത്താവ് ഏകവചനമാകുമ്പോൾ ഉപയോഗിക്കാനുള്ളതും ഒന്ന് കർത്താവ് ബഹുവചനമാകുമ്പോൾ ഉപയോഗിക്കാനുള്ളതുമാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, വി ഹാവ് ബീൻ റൈറ്റിംഗ്, യു ഹാവ് ബീൻ റൈറ്റിംഗ്, ദേ ഹാവ് ബീൻ റൈറ്റിംഗ്. ഈ 4 കൂടെ ഹാവ് ബീൻ തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ എല്ലാത്തിലും ഈ ടെൻസിലെന്നല്ല എല്ലാ ടെൻസിലും ഞാൻ ഈ 4 എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ യൂസേജ് പ്രത്യേകമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ അതിന് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞു. ഹാസ് ബീനും ഹാവ് ബീനും മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഹാവ് യു ബീൻ റൈറ്റിംഗ്, ഹാവ് ഐ ബീൻ റൈറ്റിംഗ്. ഹാസ് എന്ന് കൊണ്ടുവരുമ്പോൾ സിംഗുലർ ആയിരിക്കണം. ഹാസ് ഷീ ബീൻ റൈറ്റിംഗ്, ഹാസ് ഗൗതം ബീൻ റൈറ്റിംഗ്. റൈറ്റ് എന്നുള്ള വെർബിന് പ്രസൻറ്റ് രൂപത്തിനോടുകൂടെ ഐ.എൻ.ജി ചേർക്കണം. ഇതെല്ലാം മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്, അടുത്ത സ്റ്റെപ്പായിട്ട് പഠിക്കാനുള്ളത് പാസ്റ്റ് സിമ്പിളാണ്. അത് പ്രസൻറ്റ് സിമ്പിൾ പോലെ തന്നെ പാസ്റ്റും സിമ്പിളും സിമ്പിൾ തന്നെയാണ്. വളരെ ലളിതമാണ്. ഇത്ര നിയമം കൊണ്ട് സങ്കീർണമൊന്നുമല്ല അതിൻ്റെ ഗ്രാമർ. പാസ്റ്റ് സിമ്പിളിലത്തെ ഗ്രാമർ. പാസ്റ്റ് സിമ്പിളിൽ വരുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും സബ്ജക്റ്റ് ഐ ആയാലും വി ആയാലും യു ആയാലും ദേ ആയാലും വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ചാൽ മതി. ഇത് ഈ ടെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ റൈറ്റ് എന്നുള്ള വെർബ് തന്നെ എടുക്കുക. അതിൻ്റെ പാസ്റ്റ് രൂപം റോട്ട്. ടേക്ക് എന്നുള്ള വെർബ് എടുക്കുക. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഇതാണ് 3 രൂപം. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് രൂപം ടുക്ക് എടുക്കുക. കം എന്നുള്ള വെർബാണെങ്കിൽ വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. കം, കെയിം, കം. അപ്പോൾ ആ കെയിം എന്നുള്ള പാസ്റ്റ് രൂപം രണ്ടാമത്തേത് അതെടുക്കുക. കർത്താവ് എടുക്കുക. ഈ 2ാമത്തെ രൂപം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ചെറിയ ഒരു സെൻറ്റൻസായി. ഗോപാൽ കെയിം, ഗോപാൽ വന്നു. മറ്റുള്ളത് നമ്മൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വെറും 2 അതിന് ശേഷം ഒന്നുമില്ല. ഇനി ഗോപാൽ 10 മണിക്കാണ് വന്നതെന്നും കൂടി കുറച്ചുകൂടി നീട്ടി പറയണമെങ്കിൽ അപ്പോൾ 10 മണിയും കൂടെ ചേർത്താൽ മതി. ഗോപാൽ കെയിം അറ്റ് 10 o'clock. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാസ്റ്റ് സിമ്പിളിൽ ഉപയോഗിക്കേണ്ട വെർബിനെ കുറിച്ചാണ്. വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമാണ് പാസ്റ്റ് സിമ്പിൾ. ആ സിമ്പിൾ എന്നുള്ള പേര് പോലെ തന്നെ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ നോക്കാം. ഗൗതം റോട്ട് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതി പോയി, പറഞ്ഞു, കഴിച്ചു. ഈ രീതിയിലാണ് അർത്ഥം ഇതിൽ വരിക. ഇപ്പോൾ കഴിഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ സമയമായിട്ടൊന്നുമില്ല. കഴിഞ്ഞു, ജസ്റ്റ് അത് ഫിനിഷ് ചെയ്തു. ഐ എയ്റ്റ് ഫുഡ് നൗ. ഫുഡ് എന്നൊന്നും പറയരുത്. അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫുഡ് എന്നൊന്നുമല്ല, അത് ശരിക്കും ഫുഡ് എന്നാണ് പറയേണ്ടത്. അല്ല ഫുഡ് നമ്മൾ ഹുഡ് എന്ന് പറയുന്ന പോലെ ഒന്നും പ്രൊനൗൺസ് ചെയ്യരുത്. ഒരു ഡിക്ഷണറി നമ്മളിത് പഠിക്കുമ്പോൾ ഒരു ഡിക്ഷണറി നമ്മുടെ അടുത്ത് പ്രൊനൗൺസിയേഷൻ നോക്കാനും മീനിങ് നോക്കാനും അത്യാവശ്യമാണ്. വൊക്കാബുലറി കൂട്ടണമെങ്കിൽ നമുക്ക് ഡിക്ഷണറി വേണം. അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ പഠിക്കുന്നവർക്കാണെങ്കിൽ, ഇനീഷ്യലായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ, ഗ്രാമർ പഠിക്കുന്നവർക്കാണെങ്കിൽ ചെറിയ കുട്ടികളുടെ ചിത്രകഥ ഉണ്ട്, ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചെറിയ ബുക്കുകൾ വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ബസ് സ്റ്റേഷനിലൊക്കെ കിട്ടും. അത് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള യൂസേജ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള യൂസേജുകളെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. വളരെ എളുപ്പമായിരിക്കും. വലിയ ഡിക്ഷണറി കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു അർത്ഥം നോക്കിയിട്ട് ഒരു മീനിങ് നോക്കിയിട്ട് അതിൻ്റെ മീനിങ് നോക്കാൻ വേറെ ഡിക്ഷണറി നോക്കേണ്ട ഒരു ഗതികേട് വരാൻ പാടില്ല. സിമ്പിൾ വാക്കുകളിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ടഫായിട്ടുള്ള വാക്കുകളിലേക്ക് പോകേണ്ടത്. ടഫ് വാക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ഭംഗി. വൊക്കാബുലറി നിറയെ വേണം അതിന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്
സിംഗുലർ സബ്ജക്റ്റ് ആവുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം. ഗൗതം റോട്ട് എ ലെറ്റർ. സിംഗുലർ സബ്ജക്റ്റാണ്. ഇനി പ്ലൂറൽ ആയാലും വെർബിൽ വ്യത്യാസമില്ല. ഗൗതം ആൻഡ് മാധുരി റോട്ട് എ ലെറ്റർ. അവർ രണ്ടുപേരും ചേർന്നൊരു കത്ത് എഴുതി. ദേ ഡ്രാങ്ക് വാട്ടർ. ഐ വെൻറ്റ് ടു ബോംബെ ലാസ്റ്റ് മന്ത്. വെൻറ്റ് ഗോ എന്നുള്ളതിൻ്റെ വെർബ് ഉപയോഗിച്ചു. അപ്പോൾ സബ്ജക്റ്റ് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഏകവചനമായാലും കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും പിന്നീട് വരുന്ന വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ചിട്ട് പിന്നെ എന്താണോ എഴുതാനുള്ള ഒബ്ജക്റ്റോ എന്താണോ എഴുതാനുള്ളത് എഴുതി കഴിഞ്ഞാൽ ഈ പാസ്റ്റ് സിമ്പിൾ ടെൻസായി. കഴിച്ചു, കുടിച്ചു, പോയി, പറഞ്ഞു, ഈ രീതിയിലുള്ള ഐ ടോൾഡ് ഹിം. ഇതുപോലെ വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഗൗതം റോട്ട് എ ലെറ്റർ. ഗൗതം ആൻഡ് മാധുരി റോട്ട് എ ലെറ്റർ. ഐ റോട്ട് എ ലെറ്റർ. ഷീ റോട്ട് എ ലെറ്റർ. വി റോട്ട് എ ലെറ്റർ. ദേ റോട്ട് എ ലെറ്റർ. വളരെ എളുപ്പമാണ്. അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എഴുതി, പറഞ്ഞു, കഴിച്ചു, പോയി, ഈ രീതിയിലാണ് വരുന്നത്. ഇനി ഇതിനും ചോദ്യം ഉണ്ടാക്കാനൊരു ശൈലിയുണ്ട്. നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൽ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഡസ്സും ഡു ആദ്യം കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് കൊണ്ടുവരാനുള്ളത് ഡിഡാണ്. ഡിഡ് എന്നുള്ളത് ഇവിടെ മാത്രമേ ഉപയോഗിക്കില്ല. അത് പ്രസൻറ്റിലൊന്നും നമ്മൾ ഡിഡ് ഉപയോഗിക്കില്ല. അപ്പോൾ ഡിഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് പാസ്റ്റ് ആണെന്ന്. ഡസ്സും ഡു എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം ഇത് പ്രസൻ്റ് ആണെന്ന്. അതൊരിക്കലും നമ്മൾ പാസ്റ്റ് ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഡിഡ് പ്രത്യേകമായിട്ടും പാസ്റ്റാണ്. അപ്പോൾ നീ ഇന്നലെ വന്നോ എന്ന് ചോദിക്കുകയാണ്. വന്നോ ആണ് ചോദ്യം. അതാണ് നമ്മുടെ വെർബ്. അപ്പോൾ വെറും വന്നോ എന്ന് ചോദിക്കുകയാണ് ഡിഡ് കം. അങ്ങനെ ചോദിക്കാറില്ല നമ്മൾ. അത് മലയാളത്തിൻ്റെ രീതി. ശരിക്കും ഇന്നലെ വന്നോ എന്നുള്ളതിന് വെറും വന്നോ ഇന്നലെ വന്നോ ചോദിക്കും. അതിനകത്ത് സബ്ജക്റ്റ് ഒന്നുമില്ല. സബ്ജക്റ്റ് ഉണ്ട്, അത് അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. നീ ഇന്നലെ വന്നോ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാറ് മലയാളത്തിൽ? ഇന്നലെ നീ വന്നോ ചോദിക്കുക, ഇന്നലെ വന്നോ ചോദിക്കാറുണ്ട്. വളരെ ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ആ രീതിയില്ല. ഇംഗ്ലീഷിൽ ഒരു സബ്ജക്റ്റ് വേണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഡിഡ് ഹി കം ടുഡേ? ഡിഡ് ഹി കം യെസ്റ്റർഡേ? അപ്പോൾ ഡിഡ് കം എന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെയിം. ഡിഡ് കം എന്ന് പറഞ്ഞാൽ വന്നോ ചോദ്യം. ഡിഡ് ഐ റൈറ്റ്? ഞാൻ എഴുതിയോ? ഡിഡ് യു റൈറ്റ്? നീ എഴുതിയോ? ഡിഡ് വി റൈറ്റ്? നമ്മൾ എഴുതിയോ? ഡിഡ് ദേ റൈറ്റ്? അവരെഴുതിയോ? ചോദ്യമായി. ഡിഡ് ഗൗതം റൈറ്റ്? ഏകോചനായാലും. ഡിഡ് ഗൗതം ആൻഡ് മാധുരി റൈറ്റ്? പിന്നെ റോട്ടൊന്നും ഉപയോഗിക്കരുത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഡിഡ് മുന്നിൽ ചേർത്തത്. അപ്പോൾ ആ ഡിഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോട്ടെന്നാണ്. അപ്പോൾ ഡിഡ് റൈറ്റ് എന്നാണ് എഴുതേണ്ടത്. റോട്ട് എന്ന് എഴുതരുത് പാസ്റ്റ് സിമ്പിളിൽ. അത് നമ്മൾ നോർമൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ റോട്ട് ഉപയോഗിക്കരുത്. ഡിഡ് ഹി റൈറ്റ്? ഡിഡ് ഐ റൈറ്റ്? എഴുതിയോ? നീ എഴുതിയോ? ഞാൻ എഴുതിയോ? ഈ അർത്ഥം, ഈ രീതിയിലാണ് അർത്ഥം വരിക. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണം. അപ്പോൾ എഴുതുന്നു എഴുതിയെന്ന് പറയുന്നു. നമ്മൾ എഴുതി, കഴിച്ചു, പറഞ്ഞു, പോയി, ഈ രീതിയിൽ സെൻറ്റൻസാണ്. നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്നെങ്കിൽ പറയാം. അതിന് നെഗറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിച്ചില്ല, പോയില്ല, പറഞ്ഞില്ല. അപ്പോഴോ നമ്മൾ മറ്റേതിലെല്ലാം പ്രസൻറ്റ് സിമ്പിളിൽ നമ്മൾ ഡസ് നോട്ടും ഡു നോട്ടും ചേർത്തു. എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് റൈറ്റ് എഴുതുന്നില്ല, ഡു നോട്ട് റൈറ്റ് എഴുതുന്നില്ല. ഒന്ന് സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കണം, ഒന്ന് പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കണം. ഇവിടെ എഴുതിയില്ല, പറഞ്ഞില്ല, കേട്ടില്ല, ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഡിഡ് നോട്ട്. ഗൗതം ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഗൗതം ആൻഡ് മാധുരി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതിയില്ല. അപ്പോൾ ഇത്രയും മതി. ഇത്രയും ഇന്ന് മനസ്സിലാക്കിയത് നന്നായിട്ട് ഹൃദിസ്ഥമാക്കുക. ഈ പറഞ്ഞത് ഡിഡ് നോട്ട് റൈറ്റ് എഴുതിയില്ല ഒറ്റൊന്നേ ഉള്ളൂ. ഡസ് നോട്ടും ഡു നോട്ടും അവിടെ പഠിച്ചു, നമ്മൾ പ്രസൻറ്റിൽ പഠിച്ചെങ്കിൽ ഇവിടെ ഡിഡ് നോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പറഞ്ഞ് വളരെ എളുപ്പമാണ് പഠിക്കാൻ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക്, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. ഞാൻ വളരെ സമ്മറൈസ് ചെയ്തിട്ടാണ് ഇതിലത്തെ ടെൻസ് ഞാൻ പറയുന്നതിൽ. അർത്ഥത്തിൽ ചില വ്യതിയാനങ്ങൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാര്യമാക്കി എടുക്കരുത്. പഠിക്കേണ്ട എളുപ്പത്തിനും സൗകര്യത്തിനും വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഈ ടെൻസ് എല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ജനറൽ യൂസേജിനൊരു കുറച്ച് ലെസൺസ് വയ്ക്കുന്നുണ്ട്. അതിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. വിട്ടിട്ടുള്ളതും മീനിങ്ങിൽ ചില വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് സംശയം തോന്നാം, ഡു യു നോ അല്ലെങ്കിൽ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. ഇത് ഏത് ടെൻസിലാണ്, എന്തിലാണെന്നൊക്കെ സംശയങ്ങളുണ്ടാവാം. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചു പോയെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് സെൻറ്റൻസ് സ്വയം ഉണ്ടാക്കാൻ കഴിയും, ഈ നിയമം പാലിച്ചുകൊണ്ട്. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുക. മറക്കരുത്, ഒരു നോട്ട് ബുക്ക് എടുക്കുക, എഴുതുക. ഞാൻ ഈ പറയുന്ന നിയമങ്ങൾ എഴുതുക, അത് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. അതാണ് അതിന് ബെസ്റ്റ് വേ. പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ കണ്ടതിന് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഇത് ഗ്രാമർ ആയതുകൊണ്ട്, ഈ ഗ്രാമറിൻ്റെ നിയമങ്ങൾ പറയുന്നത് കൊണ്ട് അത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യും. നന്ദി, നമസ്കാരം എല്ലാവർക്കും.